iQ12 വേഴ്സസ് OnePlus 12 ഇതിൽ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിത് പറയുന്നത്. സോ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഇതുപോലത്തെ വന്ന പോലെ ഒരു ഓർമ്മ ചിലർക്ക് കാണും. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടും നല്ല ഫോണുകളാണെന്നാണ്. കുറച്ച് വില കൂടുമ്പോൾ അതിനനുസരിച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് താഴെ വന്ന കമന്റുകൾ OnePlus ഇത്തവണ കുറെ കാശ് എറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും പറയാത്തത്, അല്ലെങ്കിൽ ഇതിനെ കുറെ പൊക്കി കാണിക്കുന്നുണ്ട് ഇവര് എന്നൊക്കെ കമന്റുകൾ ഒരുപാട് പേര് ചെയ്ത് കണ്ടു. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അതല്ല ഇതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം പലരും പറയുന്നത് കേട്ടു. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഈ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അങ്ങനെ അത് സാധാരണക്കാരൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള ആ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്, അല്ലാണ്ട് രണ്ടും നല്ലതാണെന്നല്ല. ആദ്യത്തെ പോയിന്റ് പെർഫോമൻസ്. ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്, കാരണം ബെറ്റർ iQ12 തന്നെയാണ്. അതായത് iQ12 ഏകദേശം 20 ലക്ഷം റേഞ്ചിൽ ആൻഡ്രോയിഡ് സ്കോർ തരുമ്പോൾ ഇതിൽ നോർമലി നോക്കിയാൽ 16 ലക്ഷം റേഞ്ചിലേ കിട്ടുന്നുള്ളൂ. ഇനി നമ്മൾ ഹൈ പെർഫോമൻസ് മോഡിട്ട് നോക്കിയാൽ പോലും 18 ലക്ഷം കിട്ടുന്നുള്ളൂ. സോ എങ്ങനെ നോക്കിയാലും പെർഫോമൻസ് ഇതിന്റെ അത്ര എത്തുന്നില്ല. മാത്രമല്ല വിലയും കൂടുതലാണ്. വില കൂടുതൽ കൊടുത്ത് പെർഫോമൻസ് കുറഞ്ഞ ഫോൺ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിക്ക് യോജിച്ചതുമല്ല, വാല്യൂ ഫോർ മണി ആക്കുകയുമില്ല. പിന്നെ ഗെയിം ഒക്കെ 90 FPS BGMI നമുക്ക് ഇവിടെ സപ്പോർട്ട് കാണിക്കുമ്പോൾ തന്നെ 90 FPS അപ്പുറം നമ്മൾ അതിന്റെ അകത്തെ ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കാണാം. Q1 ചിപ്പിന്റെ സപ്പോർട്ട് കൊണ്ട് എനേബിൾ ആയിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അത് എനേബിൾ ചെയ്താൽ അതേ 90 FPS BGMI 144 FPS നമുക്ക് കളിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കളിച്ച് കാണിക്കുന്നുണ്ട്. സോ iQ12 നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും OnePlus 12ലേക്ക് പോവില്ല. iQ12 തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ബെറ്റർ വാല്യൂ ഫോർ മണി iQ12 തന്നെയാണ്. ഇതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതിൽ റാം, സ്റ്റോറേജ്, പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്, അടിപൊളിയാണ്. 8 Gen 3 തന്നെയാണ് രണ്ടിലും വരുന്നത്. റാം, സ്റ്റോറേജ് എല്ലാം ഉണ്ട്. ബട്ട് iQ ബെറ്റർ ആവുന്നതിന്റെ കാരണം ഇതിനകത്ത് ഇരിക്കുന്ന ആ ഒരു Q1 ചിപ്പിന്റെ പവർ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് അവർ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രധാന പ്രാക്ടിക്കൽ പോയിന്റിലെ പ്രശ്നം വന്നത് ബാറ്ററി ആൻഡ് ചാർജിങ്ങിന്റെ ഭാഗത്താണ്. ബാറ്ററി 5400 mAh രണ്ടിലും വരുന്നുണ്ട്. 5400 mAh ആണ് ഇതിൽ, 5000 mAh ആണ് ഇതിൽ. രണ്ടും ഡീസന്റ് ബാറ്ററി ലൈഫ് ഒക്കെ തരുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഫാസ്റ്റ് ചാർജിംഗ് എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, ഇതിൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഇതിൽ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ബെറ്റർ സ്പെക്ക് ഇതിലാണ്. പക്ഷെ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഗതി വർക്ക് ചെയ്യണമെങ്കിൽ 70,000 രൂപ കൊടുത്ത് ഈ ഫോൺ സെറ്റപ്പ് ചെയ്യണം. അതായത് 65,000 രൂപയാണ് ഇതിന്റെ വില. അതിന്റെ ഒപ്പം ഈ 50 വാട്ടിന്റെ വയർലെസ് ചാർജർ വാങ്ങിക്കണം. എന്നാണ് ഈ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് 5,000 രൂപ വരെയുണ്ട്. സോ 70,000 രൂപ വരും ഈ ഫോൺ. 70,000 രൂപ കൊടുത്ത് വാങ്ങിച്ച് 50 വാട്ടിന്റെ ചാർജറിൽ വെച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഫോൺ ചാർജ് ചെയ്യുമോ, അതോ 120 വാട്ടിന്റെ ചാർജർ 53,000 ഇതിൽ കിട്ടുന്നുണ്ട് ഓൾറെഡി. 120 വാട്ട് വെച്ചുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്തിട്ട് പോകും. ഏതായിരിക്കും ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യാം? പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമ്പോൾ എന്തിന് ഇത്രയും കാശ് കൂടുതൽ കൊടുത്ത് ഒരു സ്ലോ ആയ ഒരു വയർലെസ് ചാർജിങ് വാങ്ങിക്കേണ്ട ആവശ്യകത എന്താണ്? സോ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഇതിൽ ഏത് പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അത് ചൂസ് ചെയ്യാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണുകളിലും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. iQ12 ഇരിക്കുന്നത് 1.5K. ഇത് 2K ഡിസ്പ്ലേ ആണ്, ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഇതിലും വരുന്നുണ്ട് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, ഒരു വിഷയമില്ല. ബ്രൈറ്റ്നസ് ഒക്കെ നോക്കിയാൽ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് 3000 nits വരുന്നുണ്ട്. ഇതിലാവുമ്പോൾ 4500 nitsന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു ചേഞ്ച് ഒന്നുമല്ല. തീർച്ചയായിട്ടും രണ്ടും സൺലൈറ്റ് വിസിബിലിറ്റി അടക്കം ഒരു കാര്യത്തിന് പ്രശ്നമില്ലാത്ത നല്ല ക്വാളിറ്റി ഡിസ്പ്ലേകളാണ്. പിന്നെ ഇതിലാകെ വരുന്ന വ്യത്യാസം ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണോ കർവ്ഡ് ഡിസ്പ്ലേ വേണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഗെയിം കളിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് OnePlus ഫോണുകളിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടല്ലോ. നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു പ്രശ്നമില്ലാത്ത നല്ല ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ നാളെ മേലാക്കം ഇങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയാം? ഇത് അഴിച്ചു നോക്കി ഇതിനകത്ത് നാളേക്ക് വല്ല കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ടോ നോക്കുക എന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ടും കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ പോലും മനസ്സിലാവില്ല. സോ അത് നമുക്ക് ഒരു തരത്തിലും ഗസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക, ഒരു ചിന്തയും വേണ്ട. iQ12 ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസിൽ കുറഞ്ഞ വിലയിൽ ഇത്രയും നല്ല ഡിസ്പ്ലേ തരുമ്പോൾ എന്തിനാ ടെൻഷൻ? ഈ സൈഡ് എടുത്തോളൂ. പക്ഷെ നമ്മൾ ഇത് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രം വീണ്ടും ഇങ്ങനെ കമന്റ് ചെയ്യുക. നമ്മൾ ഇതിലും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയാൻ പറ്റുക? ഞാൻ പറയുന്നുണ്ട്, ഇഷ്ടം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രം ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യം വർത്താനം കൊണ്ട് പറയണ്ട, കണ്ടു തന്നെ അറിയാലോ. നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറ ഫോട്ടോസ്. അതേപോലെ ഇത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സാമ്പിളുകൾ കാണാം. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. അത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ 65,000 രൂപ കൊടുത്ത് OnePlus എടുത്താലേ ബെസ്റ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് ഈ ഫോട്ടോകൾ കാണുമ്പോൾ തോന്നുന്നില്ല. iQ12 തീർച്ചയായിട്ടും നല്ല ഫോട്ടോസ് ആണ് തരുന്നത്. അത് രണ്ട് ലൈറ്റിംഗ് കണ്ടീഷനിലും കിട്ടുന്നുണ്ട്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. മെയിൻ ക്യാമറ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. അത് നോർമലി നമ്മൾ ഏത് ആംഗിളിൽ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പല ഒബ്ജക്റ്റുകൾ പല ഏരിയയിലേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സോ
ക്യാമറ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോയിൽ മാത്രം ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് OnePlusൽ 4K വീഡിയോ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും OnePlus അക്കാര്യത്തിൽ അടിപൊളിയാണ്. സോ അത് വേണോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ 4Kയിൽ സെൽഫി വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OnePlus തന്നെ വേണ്ടി വരും. ഇതിൽ ഫുൾ HD ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് മാത്രം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി ഇത് രണ്ടും അത്യാവശ്യം ഡിപ്പെൻഡബിൾ ആയ ക്യാമറ ക്വാളിറ്റി തന്നെയാണ് രണ്ട് ഫോണും തരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ നിങ്ങളുടെ ചോയ്സ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇനി ഇതിൽ വെയിറ്റ് ഏതാണ് ലേറ്റ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 220 ഗ്രാമാണ് വരുന്നത്. സോ വെയിറ്റ് കൂടുതലാണ്. ഇതാകുമ്പോൾ 203 ഗ്രാമേ ഉള്ളൂ, വെയിറ്റ് കുറവാണ്. സോ ലേറ്റ് വെയിറ്റ് നോക്കുന്നവർക്കും iQ12 തന്നെയായിരിക്കും നന്നായിരിക്കുക. പിന്നെ OnePlusൽ നല്ലൊരു കാര്യം USB 3.0 ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് നല്ല വശമാണ്. ഞാൻ ആ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് OnePlus ആ കാര്യം ഗംഭീരമാക്കി എന്നുള്ള കാര്യം. ഇതിൽ USB 2.0 ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ പോയിന്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇതാണ്. ഈ USB 3.0 വെച്ച് ഇത്രയും വലിയ ഡാറ്റകൾ മിന്നൽ വേഗത്തിൽ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം എന്താണ് എല്ലാവർക്കും വരുന്നത്? തീർച്ചയായിട്ടും എല്ലാവരും പോയിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും 50 GB 100 GB ഡാറ്റകൾ ഇങ്ങനെ ഈസി ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുള്ള ആൾക്കാരല്ല. അവരെ സംബന്ധിച്ച് 65,000 എടുത്തിട്ട് USB 3.0 കൊണ്ട് നടന്നിട്ട് എന്റെ ഫോണിൽ USB 3.0 ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രാക്ടിക്കലി USB 2.0 സഫീഷ്യന്റ് ആയ സ്പീഡ് ഉണ്ടല്ലോ. അപ്പൊ ഇതല്ലേ പ്രാക്ടിക്കലി വാല്യൂ ഫോർ മണി, ഇത്രയും വില കുറവിന് കിട്ടുന്നതുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും പ്രാക്ടിക്കലി ഇത് തന്നെയാണ് വാല്യൂ ഫോർ മണി. പക്ഷേ USB 3.0 ഉള്ളതിലും മോശം കാര്യമൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും നല്ലതാണ്. അത്രയും വില കൂടുതൽ കൊടുക്കും ഇതിൽ USB 3.0 കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതും നല്ലതാണ് എന്നുള്ള അഭിപ്രായം ആ വീഡിയോയിൽ പറയുന്നത്. സോ സത്യത്തിൽ ഇത് രണ്ടും നല്ലതാണ്. ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആവശ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ടും iQ12 ആണ് വാല്യൂ ഫോർ മണി എന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ വീണ്ടും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വകതിരിച്ചുള്ള ഒരു കമന്റുകൾ നമ്മൾ കാണുമ്പോഴാണ്. അതായത് നിങ്ങൾക്ക് ഇതിനോടൊരു ചായ്വുണ്ട് അല്ലെങ്കിൽ ഇതിനോടൊരു ചായ്വുണ്ട്. നമുക്ക് ചായ്വിന്റെ വിഷയമൊന്നും വരുന്നില്ല. രണ്ടും നമ്മുടെ കയ്യിൽ കിട്ടും. രണ്ടും ഉപയോഗിച്ച് നോക്കുമ്പോൾ രണ്ടും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളോട് പറയും. പക്ഷെ ഇതിപ്പോ ഇത്രയും വിശദീകരിച്ച് പറയേണ്ടി വന്നത് ഇവിടെ അങ്ങനെ ഒരു ടോക്ക് വരുന്നു. എന്തോ ഇതിനോട് എനിക്ക് ഭയങ്കര ചായ്വുള്ള പോലെ. എന്ത് ചായ്വ്? ഞാൻ ഇത് മാത്രമല്ല മറ്റു പല ഫോണുകളായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് ഇത് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. നമുക്ക് ഒരു വിഷയമില്ല. അതിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി എന്താണ് വേണ്ടതെന്ന് അതുപോലെ ചെയ്യും. സോ ഇന്ന് ഇത്തിരി പരത്തൽ വീഡിയോ ആയിരുന്നു. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ വീഡിയോകൾ? വല്ല ഗുണത്തിനും കൊള്ളൂ? തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. സോ വാല്യൂ ഫോർ മണി നോക്കുന്നവർക്ക് iQ12 ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. മുമ്പ് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.